നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ആയി കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡെലിവറി ചെയ്ത ആളെ വിളിച്ചിട്ട് ചീത്ത പറയുകയാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അവരെ വിളിച്ചിട്ടാണ് റിട്ടേൺ എടുത്ത് പറയാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്. റിട്ടേൺ നമ്മൾ ഓർഡർ ചെയ്യുന്നത് പോലെ തന്നെയാണ് റിട്ടേണും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് പേജിനെ കാണാനായിട്ട് സാധിക്കും. അതിൽ മൈ ഓർഡേഴ്സ് ഓപ്പൺ ചെയ്യുക. മൈ ഓർഡേഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഓർഡർ ചെയ്തത് എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അത് ഓർഡർ ചെയ്തതും ഡെലിവേർഡ് ആയതും അടക്കം എല്ലാ പ്രോഡക്റ്റ്സും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഏതാണോ നമുക്ക് റിട്ടേൺ ചെയ്യാൻ താല്പര്യമുള്ള പ്രോഡക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിനും അതിൻ്റെ നമ്മൾ വാങ്ങുന്നതിന് മുമ്പേ താഴത്ത് റിട്ടേൺ പോളിസി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് കാണാനായിട്ട് സാധിക്കും. ഓരോ പ്രോഡക്റ്റിനും ഓരോ കാറ്റഗറിയിലായിരിക്കും ദിവസങ്ങൾ കൊടുക്കുന്നത്. ഇത്ര ദിവസങ്ങളിലായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ പ്രോഡക്റ്റ് 29 തീയതി വരെ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. അത്ര ദിവസം കാലാവധി ഉള്ളൂ. അപ്പോൾ ഇന്നാണ് അതിൻ്റെ റിട്ടേൺ പീരീഡ് അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നാളെയാണെങ്കിൽ അത് കാണാനായിട്ട് സാധിക്കില്ല. റിട്ടേൺ ക്ലിക്ക് ചെയ്യണം. റിട്ടേൺ ചെയ്യുമ്പോൾ എന്താണ് കാരണം, എന്തുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിക്കും. അപ്പോൾ അത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സൈസ് ഫിറ്റ് ഇഷ്യൂ ഉണ്ട്, ക്വാളിറ്റി ഇഷ്യൂ ഉണ്ട്, കളർ ഇഷ്യൂ, ഡാമേജ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രശ്നം അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ സൈസ് ഫിറ്റ് ഇഷ്യൂ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതിൽ സൈസ് നോട്ട് ഫിറ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ സബ്ബായിട്ട് സൈസ് നോട്ട് ഫിറ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ കമൻറ്റിൽ ഡസ് നോട്ട് ഫിറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഡസ് നോട്ട് ഫിറ്റ് എന്ന് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ അടുത്ത പേജ് വരുന്നത് വാട്ട് ഡു യു വാണ്ട് ഇൻ റിട്ടേൺ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ പ്രോഡക്റ്റിന് റീഫണ്ട് മാത്രമേ ഉള്ളൂ. ചില പ്രോഡക്റ്റ്സിനാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടാവും. റീപ്ലേസ്മെൻറ്റും കാണും, റീഫണ്ടും കാണും. ഞാൻ റീഫണ്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ താഴത്തെ 2 ഓപ്ഷൻ വന്നു. ബാങ്ക് അക്കൗണ്ടും വന്നു, പിന്നെ ഗിഫ്റ്റ് കാർഡ് വാലറ്റും വന്നു. ഗിഫ്റ്റ് കാർഡ് വാലറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഫോൺ പേയിലേക്കായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് അക്കൗണ്ടിലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് താഴെ അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ആഡ് ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ IFSC കോഡ്, അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡർ നെയിം, ഫോൺ നമ്പർ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ആഡ് ന്യൂ അക്കൗണ്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ആഡായത് നമുക്ക് താഴത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അക്കൗണ്ട് ആഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്ത് കൺഫേം റിട്ടേൺ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം എനിക്കിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് കൺഫേം ക്ലിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് വരുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ റിട്ടേൺ. അപ്പോൾ നിങ്ങളത് റിട്ടേൺ ചെയ്ത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് നിങ്ങളെ ഡെലിവറിക്ക് വേണ്ടി ആൾ വിളിക്കുന്നത് പോലെ തന്നെ പിറ്റേ ദിവസം നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആൾ വിളിക്കുന്നതായിരിക്കും. പിക്കപ്പിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും. അത് തിരിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് വിളിക്കുന്നതായിരിക്കും. അത് ഉറപ്പായിട്ട് അവർ വിളിച്ചിരിക്കും. എന്നിട്ട് അവർ സാധനം എടുത്തുകൊണ്ട് പോയി അവരുടെ ഓഫീസിൽ കൊണ്ടുവന്ന് അവിടുന്ന് റിട്ടേൺ പോയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. മാക്സിമം 48 മണിക്കൂറിനുള്ളിൽ തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റിട്ടേൺ, ഫ്ലിപ്കാർട്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്.